ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ കോളിഫ്ലവറൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ കുറച്ച് വെള്ളം എടുക്കുക. അതിലേക്ക് കുറച്ച് കല്ലുപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ അത് തിളയ്ക്കണ സമയം കൊണ്ട് നമുക്ക് കോളിഫ്ലവർ കട്ട് ചെയ്തെടുത്ത് ഒന്ന് 2-3 പ്രാവശ്യം ഞാനൊന്ന് കഴുകിയെടുത്തുട്ടാ. എന്നിട്ട് കഴുകി വാറ്റ വെച്ചു. അപ്പോൾ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കോളിഫ്ലവറൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് അരിപ്പയിലേക്ക് ഒഴിച്ചു. അതൊന്ന് വെള്ളം നല്ലോണം ഒന്ന് പോണ വരെ ഒന്ന് വെയിറ്റ് ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ തിളച്ച പട്ടിണി ഒഴിച്ചത്. അപ്പോൾ നമ്മുടെ അരിപ്പയ്ക്ക് ഒരു ചെറിയ കംപ്ലൈൻറ്റ് പറ്റിയിട്ടുണ്ട്. കോരിയിട്ടാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിലേക്കുള്ള മിക്സ് റെഡിയാക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. മുളക് പൊടി ഞാൻ കുറച്ചിട്ടുള്ളൂ കേട്ടോ. മുളക് പൊടിക്ക് നല്ല എരിവുണ്ട്, അതുകൊണ്ട് കുറച്ചിട്ടുള്ളൂ. പിള്ളേരൊക്കെ കഴിക്കുന്നതുകൊണ്ട് പിന്നെ കുറച്ചേ യൂസ് ചെയ്തുള്ളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. പിന്നെ കടലപ്പൊടി, കോൺഫ്ലവർ, ഗരം മസാല, ഇത്രയാണ് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ അളവൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ കോളിഫ്ലവർ എന്തോരം ഉണ്ട് അതനുസരിച്ച് നമ്മൾ മിക്സ് റെഡിയാക്കിയാൽ മതി. ഇതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ട് കുറേ ദിവസങ്ങളായിട്ടാണ്. എനിക്ക് ഇടാൻ പറ്റിയിരുന്നില്ല. കുറച്ച് തിരക്കിലായി പോയി, കല്യാണങ്ങൾ, പിന്നെ പിള്ളേർക്ക് വയ്യാതായി. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വൈകിയത്. അപ്പം ഇനി ഓരോ വീഡിയോ എനിക്ക് ഇടണമെന്നുണ്ട്, ഡെയിലി വീഡിയോസ് ഇടണമെന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ നടക്കുന്നില്ല. നോക്കട്ടെ, ദൈവം സഹായിച്ചാൽ ഇടാം. അപ്പോൾ നമ്മുടെ മിക്സൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ്. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി വെച്ചു. അത് ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടു. എന്നിട്ട് കുറച്ചൊന്ന് ഫ്രൈ ചെയ്തു ഞാൻ നോക്കി. എന്നിട്ട് അത് ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ടുണ്ട് പിന്നെ അടുത്തതൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത്തിരി കളർ കുറവ് ഉണ്ടെന്നുള്ളൂ, പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു കുറവില്ല കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. അപ്പോൾ എല്ലാവരും കണ്ടതിൽ ഒരുപാട് സന്തോഷം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.